വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തേക്കുന്ന ടോപ്പിക് ബെസീഡിയോ മൈക്കോട്ടയിൽ വരുന്ന ഒരു ജീനസ് ആയിട്ടുള്ള പോളിപോറസ് ആണ്. അപ്പോൾ ഇതിനു മുന്നേ പ്ലൂറോട്ടസിന്റെ ക്യാരക്ടേഴ്സ് ഇട്ടിട്ടുണ്ട്. സോ നെക്സ്റ്റ് വൺ പോളിപോറസ് ആണ്. അപ്പോൾ അതിന്റെ ക്യാരക്ടേഴ്സ് വിത്ത് എക്സാമ്പിൾസ് അതിന്റെ ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസും ആണ് ഈ ഒരു ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ അതിനു മുന്നേ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ പോളിപോറസ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിന്റെ ടാക്സോണമിക്കൽ ഹൈറാർക്കി നോക്കുകയാണെങ്കിൽ അവയുടെ കിങ്ഡം എന്ന് പറയുന്നത് ഫംഗസ് ആണ്. ഫംഗസിൽ വരുന്നതാണ് ഫഞ്ചൈ, ഫൈലം ബെസീഡിയോ മൈക്കോട്ട, ക്ലാസ് അഗാരിക്കോമൈസീഡ്സ്, ഓർഡർ പോളിപോറേസ്, ഫാമിലി പോളിപോറേസിയേ, ജീനസ് ഒരു എക്സാമ്പിൾ ആണ് പോളിപോറസ് പി മൈക്കേലി എക്സ് ആഡൻസ് എന്ന് പറയുന്നത്. സോ അതുപോലെയുള്ള കുറേ ജീനസിന്റെ പേര് ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് പോളിപോറസിന്റെ ജനറൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അറ്റ് ഫസ്റ്റ് അവയുടെ കോമൺ നെയിം ആണ്. പോളിപോറസ് എന്ന് പറയുന്ന ജീനസ് വുഡ് റോട്ടിംഗ് ഫംഗസിൽ വരുന്നതാണ്. അവ കോമൺലി കോൾഡ് ആസ് ബ്രാക്കറ്റ് ഓർ പോർ ഫഞ്ചൈ, ബ്രാക്കറ്റ് ഫഞ്ചൈ അല്ലെങ്കിൽ പോർ ഫഞ്ചൈ എന്നാണ് അവ പറയുന്നത്. ദെൻ പോളിപോറസ് സ്പീഷീസ് മെയിൻലി ഫൗണ്ട് ചെയ്യുന്നത് ഡെഡ് ഫോളൻ ട്രീസിൽ അല്ലെങ്കിൽ ലിവിങ് ആയിട്ടുള്ള ലിവിങ് ട്രീസിൽ പാരസൈറ്റ് ആയിട്ട് അവയുടെ റൂട്ട്സിലോ അല്ലെങ്കിൽ ട്രീ ട്രങ്കിലോ വളരുന്നുണ്ട്. ഇത്തരം കേസിൽ അവ വുഡ് റോട്ടൻ എന്ന് പറയുന്ന ഡിസീസിന് കാരണമാകുന്നുണ്ട്. then അവയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് പോറസ് സർഫേസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ പേര് തന്നെ വന്നത് പോളിപോറസ് എന്ന് പറയുന്നത്. സോ എവിടെയാണ് ഈ ഒരു പോർ കാണുന്നത്? the distinguishing feature is the porous underside lined with a hymenium layer. അതായത് നമ്മൾ ഈ പറയുന്ന പൈലസ് എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ ബിഹൈൻഡ് ആയിട്ടാണ് ഈ ഒരു പോറസ് ആയിട്ടുള്ള സർഫേസ് കാണുന്നത്. അത് അണ്ടർ സൈഡിലാണ് കാണുന്നത്. അപ്പൊ ന്യൂമറസ് ആയിട്ടുള്ള പോർസ് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഓരോ പോറിലും ഹൈമീനിയം ലെയർ ഉണ്ടായിരിക്കും. അവിടെയാണ് നമ്മൾ ഫ്രൂട്ടിംഗ് ബോഡി ആയിട്ടുള്ള ബെസീഡിയോ കാർപ്പ് കാണുക. നെക്സ്റ്റ് ഇവയുടെ പോർ സൈസും ഷേപ്പും സ്പീഷീസ് ബൈ സ്പീഷീസ് വേരി ചെയ്യുന്നുണ്ട്. സോ സ്പീഷീസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ ഒരു പോറിന്റെ സൈസും ഷേപ്പും തന്നെയാണ്. നെക്സ്റ്റ് വൺ ആണ് അവയുടെ ഫ്രൂട്ടിംഗ് ബോഡി. ഇത് ബിലോങ്സ് ടു ബെസീഡിയോ മൈക്കോട്ട. സോ അതുകൊണ്ട് അവയുടെ ഫ്രൂട്ടിംഗ് ബോഡി എന്ന് പറയുന്നത് എന്താണ്? ബെസീഡിയോ കാർപ്പാണ്. ഈ ഒരു ബെസീഡിയോ കാർപ്പിന്റെ പ്രത്യേകത they produce annual ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഫ്ലഷി ബട്ട് ഓഫൺ ലെതറി ഓർ ഹാർഡൻ ഷെൽഫ് ലൈക്ക് അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഷേപ്പ് ഇതേപോലെയുള്ള ഷേപ്പിലൊക്കെയാണ് ബെസീഡിയോ കാർപ്പ് കാണുന്നുണ്ടായിരിക്കുക. ദെൻ ഈ ഒരു ഫ്രൂട്ടിംഗ് ബോഡിയുടെ പ്രത്യേകത അവ സെസൈലും ആകാം സ്റ്റൈപ്പിറ്റേറ്റും ആകാം. സെസൈൽ എന്ന് വെച്ചാൽ ദേ ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു ദ ട്രങ്ക്, അല്ലെങ്കിൽ ഇവിടെ ഒരു സ്റ്റൈപ്പ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കില്ല, സബ്സ്ട്രേറ്റിൽ നേരിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. സ്റ്റൈപ്പിറ്റേറ്റ് ആണെങ്കിൽ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഒരു സ്റ്റോക്കോ സ്റ്റൈപ്പോ ഉണ്ടായിരിക്കും, അതുവഴിയാണ് സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പം അവ ഈ ഒരു യങ്ങർ സ്റ്റേജിൽ ഫ്ലഷി ആയിട്ടാണ് കാണുക. പക്ഷേ മെച്യൂരിറ്റി എത്തുന്ന സമയത്ത് അവ ടഫ് ലെതറി അല്ലെങ്കിൽ വുഡി അല്ലെങ്കിൽ കോർക്കി നേച്ചർ ആയിട്ട് മാറുന്നുണ്ട്. Then they composed of dimetic or trimetic hyphal system. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടേം ആണ്. ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന ക്ലാസ്സുകളിലായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഡൈമെറ്റിക് എന്ന് അല്ലെങ്കിൽ ട്രൈമെറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത് ജനറേറ്റീവ്, സ്കെലിറ്റൽ ആൻഡ് ബൈൻഡിങ് ഹൈഫ എന്ന് പറയുന്ന 3 ഹൈഫ ഉണ്ട്. ജനറേറ്റീവ് എന്തായാലും എല്ലാവരിലും ഉണ്ടായിരിക്കും. സോ അത് കൂടാതെ സ്കെലിറ്റലോ ബൈൻഡിങ് ഏതെങ്കിലും 2 മാത്രം ഉണ്ടെങ്കിൽ അത് ഡൈമെറ്റിക്, അപ്പോൾ 3 ഉണ്ടെങ്കിൽ അതാണ് ട്രൈമെറ്റിക് ഹൈഫൽ സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ അവയുടെ പൈലസ് ആണ്. പൈലസ് എന്ന് പറയുന്നത് ഈ ഒരു പോറസ് സർഫേസിന്റെ അപ്പർ ആയിട്ടുള്ള റീജിയൻ, ഈ കാണുന്ന പോർഷനാണ് നമ്മൾ പൈലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പൈലസ് എന്ന് പറയുന്നത് കളറിൽ വേരി ചെയ്യുന്നുണ്ട്. ഓരോന്ന് ഗോൾഡൻ കളർ, യെല്ലോ കളർ, ഇതേപോലെ ബ്രൗൺ കളർ ഉള്ളതുണ്ട്. ചിലത് സ്മൂത്ത് ആയിരിക്കാം, സ്കെയിൽ, ഹെയറി അല്ലെങ്കിൽ കോൺസെൻട്രിക് റിങ് പോലെയോ ഇതേപോലെയുള്ള സോൺ പോലെയോ കാണുന്നുണ്ട്. അതിന്റെ പിക്ചേഴ്സ് ഒക്കെ വരുന്ന സ്ലൈഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് അവയുടെ എക്കോളജിക്കൽ ആൻഡ് എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് ആണ്. ഫസ്റ്റ് വൺ അവയുടെ വുഡ് ഡീക്കേയിങ് എബിലിറ്റി ആണ്. മെനി പോളിപോറസ് സ്പീഷീസ് ആർ മേജർ ഏജൻസ് ഓഫ് വുഡ് ഡീക്കേ. അതിൽ ഹാർംഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ലിവിങ് ട്രീസിനെ ഡാമേജ് ആക്കുന്ന ആൾക്കാരും ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് പോളിപോറസ് സൾഫ്യൂറിയസ്, പോളിപോറസ് ബെറ്റുലിനസ്, പോളിപോറസ് സ്ക്വാമോസസ് എന്ന് പറയുന്നത് ഹാർട്ട് റോട്ടിനൊക്കെ കാരണമാകുന്നുണ്ട്. Then decomposition as saprobes, dead organic matters-ലാണ് ജീവിക്കുന്നത്. They are essential for breaking down lignin and cellulose in dead wood, aiding in nutrient cycle. Okay, ആ ഒരു lignin ഒക്കെ decompose ചെയ്ത് cellulose-നെ decompose ചെയ്ത് nutrient cycle പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then അവയുടെ ട്രഡീഷണൽ മെഡിസിൻ ആൻഡ് എഡിബിലിറ്റി, ഫുഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില സ്പീഷീസ് എഡിബിൾ ആണ്. ഇപ്പോൾ മാത്രമാണ് യങ് ആയിട്ടുള്ള
സ്റ്റേജിൽ മാത്രം. അതിന് എക്സാമ്പിൾ ആണ് പോളിപോറസ് സ്ക്വാമോസസ് എന്ന് പറയുന്നത് കോമൺലി ഡ്രയാഡ് സാഡിൽസ് ആണ്. പിന്നെ പോളിപോറസ് സൾഫ്യൂറിയസും ഉണ്ട്. ഓക്കെ, ഇതിന്റെയൊക്കെ പിക്ചർ നെക്സ്റ്റ് സ്ലൈഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ പോളിപോറസ് അംബലാറ്റസ് എന്ന് പറയുന്ന ഒരു റെയർ മെഡിസിനൽ ഫംഗസ് ആണ്. ഡയൂററ്റിക് ആയിട്ടും ആന്റി ട്യൂമറിന് വേണ്ടിയിട്ടും ഇമ്മ്യൂൺ മോഡുലേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളത് വേണ്ടിയിട്ടും ഈസ്റ്റേൺ മെഡിസിൻസിൽ ആ ഒരു മെഡിസിനൽ ഏരിയയിൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഈ ഒരു ഫംഗസ് യൂസ് ചെയ്യുന്നുണ്ട്. അവയുടെ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നതാണ് പോളിപോറസ് സ്ക്വാമോസസ് ഡ്രയാഡ്സ് സാഡിൽ എന്ന് പറയും. യങ് ആയിരിക്കും, അവ എഡിബിൾ ആണ്. റെക്കഗ്നൈസബിൾ ബൈ ഇറ്റ്സ് ഫാൻ ഷേപ്പ് ആൻഡ് ബ്രൗൺ സ്കെയിൽ. ഫാൻ ഷേപ്പ് ആയിട്ടുള്ള സ്കെയിലാണ്. ദെൻ സെക്കൻഡ് വൺ ആണ് പോളിപോറസ് അംബലാറ്റസ്. അംബ്രല്ല പോളിപോർ എന്ന് പറയും. റെയർ ആയിട്ട് കാണുന്ന മെഡിസിനൽ വാല്യൂ ഉള്ള, വളരുമ്പോൾ ലാർജ് ക്ലസ്റ്റർ ആയിട്ട് ഒരു മാസിന്റെ മുകളിൽ ഇങ്ങനെ ക്ലസ്റ്റർ ആയിട്ട് വളരുന്ന ആൾക്കാരാണ്. ദെൻ നെക്സ്റ്റ് തേർഡ് വൺ ആണ് ലേറ്റിപോറസ് സൾഫ്യൂറിയസ്. ചിക്കൻ ഓഫ് ദ വുഡ് എന്നാണ് പറയാ. ഒരു ബ്രൈറ്റ് യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് കളറാണ്. ഹൈലി റിഗാർഡഡ് ഷെൽഫ് ഫംഗസ് ആയിട്ടുള്ള എഡിബിൾ ആയിട്ടുള്ള ഫംഗസ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഫോമിറ്റോപ്സിസ് ബെറ്റൂലിന. ബിർച്ച് പോളിപോർ എന്ന് പറയും. ഫൗണ്ട് എക്സ്ക്ലൂസീവ്ലി ഓൺ ബിർച്ച് ട്രീസിന്റെ മുകളിലൊക്കെയാണ് കാണുന്നത്. ഹിസ്റ്റോറിക്കൽ മെഡിസിനൽ വാല്യൂ ആണ്. ടഫ് ടെക്സ്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ലാസ്റ്റ് വൺ ട്രമീറ്റ്സ് വേഴ്സി കളർ ആണ്. ടർക്കി ടെയിൽ, അതായത് മൾട്ടി കളർ ആയിട്ടുള്ള മെഡിസിനൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉള്ള തിൻ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു ട്രമീറ്റ് വേഴ്സി കളർ എന്ന് പറയുന്നത്.